ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2025 പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത് ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ്. ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത് ഗവർണറായിരുന്ന വ്യക്തി. ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത്. ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ആദ്യത്തെ RBI ഗവർണർ ആയിരുന്ന വ്യക്തി. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ്. ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ ആയിരുന്ന വ്യക്തി. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ. ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. ഓപ്ഷൻസിലുള്ള റോഷി അഗസ്റ്റിൻ കേരളത്തിലെ ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയും അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയുമാണ്. എന്താണ്? റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയും അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയുമാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സഞ്ജീവ് ഖന്ന. ആരായിരുന്നു? സഞ്ജീവ് ഖന്നയായിരുന്നു ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കെനിയ. ആരായിരുന്നു? ഹരിലാൽ ജെ കെനിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ജാർഖണ്ഡ്. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു. നിലവിൽ ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15ാമത്. എത്രാമത്തെയാണ്? 15ാമത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നിലവിൽ ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ഒഡീഷ സ്വദേശിയാണ്. എന്താണ്? ഒഡീഷ സ്വദേശിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്താണ്? ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. കൂടാതെ സന്താൾ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. എന്താണ്? സന്താൾ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. എന്താണ്? സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. ആശ്വാസകിരണം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം? മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ്? മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം പദ്ധതിയിൽ പ്രതിമാസം ലഭിക്കുന്ന രൂപ എത്രയാണ്? 600. എത്രയാണ്? 600 രൂപയാണ് ആശ്വാസകിരണം പദ്ധതിയിൽ പ്രതിമാസം ലഭിക്കുന്ന രൂപ. സ്നേഹസ്വാന്തനം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. ലൈഫിന്റെ പൂർണ്ണരൂപം എന്താണ്? ലവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെന്റ്. എന്താണ്? ലവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെന്റ് എന്നതാണ് ലൈഫിന്റെ പൂർണ്ണരൂപം. ലൈഫ് ആരംഭിച്ചത് എന്നാണ്? 2016 എന്നാണ്. 2016ലാണ് ലൈഫ് എന്ന പദ്ധതി ആരംഭിച്ചത്.
എന്താണ് ലൈഫ്? സംസ്ഥാനത്ത് ഭവനരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതവും മാന്യവുമായ വീട് നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് ലൈഫ്. എന്താണ്? സംസ്ഥാനത്ത് ഭവനരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതവും മാന്യവുമായ വീട് നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് ലൈഫ്. ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമിയില്ലാത്ത ഭവനരഹിതർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. വൈഭവ് സൂര്യവംശി ബീഹാർ സ്വദേശിയാണ്. എന്താണ്? ബീഹാർ സ്വദേശിയാണ് വൈഭവ് സൂര്യവംശി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞം. ഏത് തുറമുഖമാണ്? വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയ തുറമുഖം. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലം. ഏതാണ്? കൊല്ലമാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കൊല്ലം ജില്ലയ്ക്ക് 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ളത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ലയ്ക്ക് 50,000 രൂപയും. മൂന്നാം സ്ഥാനത്ത് എറണാകുളവും വയനാടുമാണ്. മൂന്നാം സ്ഥാനത്തുള്ള എറണാകുളം, വയനാട് എന്നീ ജില്ലകൾ 25,000 രൂപ പങ്കിട്ടു. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ. ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ്റേതാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്ത്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. ഏതാണ്? വീനസ് ഓർബിറ്റർ മിഷനാണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യം.